ജീവിതകഥ തുടങ്ങുന്നത് ഒരു മകളിൽ നിന്നാണ്. അമ്മു എന്ന ഒരു മകളും ആ മകളെ ഏറെ സ്നേഹിച്ച മോഹൻ എന്ന അച്ഛനും. അപ്രതീക്ഷിതമായി മകളെ നഷ്ടപ്പെട്ടപ്പോൾ ആ മകളെ ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളിൽ കാണാൻ ശ്രമിച്ച അച്ഛൻ്റെ കഥ. മുക്തിയുടെ പാതയിൽ മുൻപേ നടക്കുന്ന അവധൂതൻ. ഡോക്ടർ പി കേശവൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകനായി 1965 ഫെബ്രുവരി 23 മോഹൻ പുഞ്ചിരിച്ചുകൊണ്ട് ജനിച്ചു. ഏക സഹോദരൻ മനോജ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ഷിപ്പിംഗ് മേഖലയിലായിരുന്നു ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. തുടർന്ന് മിഡിൽ ഈസ്റ്റിലാണ് അദ്ദേഹം വർഷങ്ങളോളം ജോലിയും ജീവിതവും പടുത്തുയർത്തിയത്. 1992 സരിതയുമായുള്ള ആദ്യ വിവാഹം. 1995 അദ്ദേഹത്തിന് ഒരു മകൾ ജനിച്ചു, അമ്മു. 2000 ഒരു റോഡപകടത്തിൽ അദ്ദേഹത്തിന് തന്റെ പൊന്നോമന മകളെ നഷ്ടമായി. മകളുടെ വേർപാട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദുഃഖത്തെ അതിജീവിക്കുവാൻ അദ്ദേഹം ഹിമാലയ സാനുക്കളിലേക്ക് യാത്ര പോയി. ആത്മാന്വേഷണത്തിന്റെ അത്തരം യാത്രകൾക്കിടയിൽ പ്രപഞ്ചശക്തിയും ഗുരുപരമ്പരയും അദ്ദേഹത്തെ നയിച്ചു. മോഹൻ എന്ന സാധാരണ മനുഷ്യനിൽ നിന്നും സദ്ഗുരു മോഹൻജിയിലേക്കുള്ള പരിണാമത്തിന്റെ തുടക്കമായിരുന്നു അത്. ഉയർന്ന തലത്തിലുള്ള ഗുരുക്കന്മാരുടെ നിർദ്ദേശാനുസരണം 2010 അദ്ദേഹം ദേവിയെ വിവാഹം ചെയ്തു. ഉന്നത ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഒത്തുചേരലായിരുന്നു അത്. 2011 ഈ അനുഗ്രഹീത ദമ്പതികൾക്ക് മില എന്ന ഒരു മകൾ പിറന്നു. അമ്മുവിന്റെ വിയോഗത്തിന് ശേഷം മോഹൻജിക്ക് ഭൗതിക നഷ്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. ഉദ്യോഗം, സമ്പാദ്യം, ബന്ധങ്ങൾ എല്ലാം തന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോഴും അദ്ദേഹം തന്റെ ആത്മീയ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ജീവിതത്തിന്റെ പൊരുളന്വേഷിച്ചിറങ്ങിയ അദ്ദേഹം വസിഷ്ഠ ഗുഹയുടെ ഇരുളിൽ ധ്യാനിക്കുമ്പോൾ നട്ടെല്ലിൽ ശ്രദ്ധിക്കുക എന്ന നിർദ്ദേശം ലഭിച്ചു. മഹാവതാർ ബാബാജിയുമായി സൂക്ഷ്മതലങ്ങളിലുള്ള ആശയവിനിമയത്തിൽ വെച്ച് തന്റെ നിയോഗം എന്ത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. 2007 ഒരു ശിവരാത്രി നാളിൽ മോഹൻജിക്ക് ആദ്യമായി ശിവാനുഭവം ഉണ്ടായി. മോഹന്റെ വ്യക്തിബോധം ഇല്ലാതെയായ അവസ്ഥ. തന്റെ ശിവാനുഭവത്തെക്കുറിച്ച് മോഹൻജിയുടെ വാക്കുകളിലൂടെ: പരമോന്നതമായ ശിവന്റെ ലോകത്തെത്തുമ്പോൾ എല്ലാം അലിഞ്ഞു പോകുന്നു, എല്ലാം ലയിച്ച് ഒന്നായി തീരുന്നു. അത് അപരിമിതമായ സർവവ്യാപിയായ തേജസ്സാണ്, എല്ലാം അറിയുന്ന പ്രശാന്തമായ തേജസ്. മോഹൻ ശിവനായി തീർന്നപ്പോൾ ആദ്യം നിർവൃത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പരമാനന്ദം, സ്വർഗീയ അനുഭൂതി, മുക്തിയുടെ ആനന്ദം, ശരീരരാഹിത്യത്തിന്റെ അത്യന്ത സുഖം എന്നിവ എന്നെ വലയം ചെയ്തു. വികസിച്ച അവസ്ഥയിൽ ഞാൻ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും ഒന്നായി ചേർന്നു. മോഹന്റെ നിയന്ത്രിതമായ അവബോധം പ്രപഞ്ചവുമായി ലയിച്ച് പരിമിതവും അപരിമിതവുമായ എല്ലാം ഒന്നു ചേർന്ന് ഏകത്വം വരിച്ചു. ഞാൻ എല്ലാ ജീവജാലങ്ങളുമായി ഒന്നായി, എല്ലാ ജീവജാലങ്ങളും ഞാനായി തീർന്നു. മഹാവതാർ ബാബാജി, ഷിർദി സായി ബാബ, സത്യസായി ബാബ, ഭോഗനാഥർ തുടങ്ങിയ ഉന്നത തലങ്ങളിലുള്ള ഗുരുക്കന്മാർ അതാത് സമയത്ത് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നു. ഉന്നത അവബോധ തലങ്ങളിൽ നിന്നും ലഭിച്ച വിശുദ്ധിയുടെ ശക്തി എന്ന ഗൈഡഡ് മെഡിറ്റേഷനാണ് മോഹൻജി ആദ്യം ലോകത്തിനായി സമ്മാനിച്ചത്. ഈ ധ്യാനത്തിലൂടെ ഏറെ പേർക്ക് പരിശുദ്ധിയുടെ ശക്തി ബോധ്യപ്പെടുകയും ഒട്ടേറെ പേരിലേക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്തു. ഇതുകൂടാതെ ഷിർദി സായി ബാബ അത്ഭുത ധ്യാനം, ശ്രീ ജഗന്നാഥ ഗൈഡഡ് മെഡിറ്റേഷൻ, ഫ്രീഡം മെഡിറ്റേഷൻ, 360 ഡിഗ്രി മെഡിറ്റേഷൻ, ബ്ലിസ് ഓഫ് സൈലൻസ്, ബ്ലോസംസ് ഓഫ് ലവ്, ഡോർവേ ടു ഹെവൻ എന്നിങ്ങനെ നിരവധി സൗജന്യ ധ്യാന പദ്ധതികളും അദ്ദേഹം ലോകത്തിനായി നൽകി. മനുഷ്യകുലത്തിന്റെ അവബോധത്തെ ഉയർത്തി അവരെ മുക്തിയിലേക്ക് നയിക്കുക എന്നതാണ് മോഹൻജി എന്ന സദ്ഗുരുവിന്റെ ലക്ഷ്യം. അതിലൊന്നാണ് മോഹൻജി കോൺഷ്യസ്നസ് ക്രിയ. അതായത് മോഹൻജിയുടെ അവബോധ തലത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുന്ന ഒരു പ്രക്രിയ. ക്രിയ എന്നത് പവിത്രമായ ഒരു പദ്ധതിയാണ്. അത് ഒരു ലേസർ ബീം പോലെ പ്രവർത്തിച്ച് മനുഷ്യരുടെ കർമ്മബന്ധത്തെ കുറച്ച് അവബോധത്തെ ഉയർത്തി മുക്തിയിലേക്ക് നയിക്കുന്നു. ഇതിനോടകം തന്നെ ഒട്ടേറെ പേർ മോഹൻജിയിൽ നിന്ന് ക്രിയാദീക്ഷ സ്വീകരിച്ച് ക്രിയായോഗയുടെ പാതയിൽ സഞ്ചരിക്കുന്നു. 2015 ആഗോള യോഗ ദിനത്തിലാണ് മോഹൻജി കോൺഷ്യസ്നസ് വാക്കിംഗ് ലോകത്തിന് സമ്മാനിച്ചത്. പൂർണ്ണമായ അവബോധത്തോടു കൂടി നടക്കുക, ഓരോ നിമിഷവും അവബോധത്തോടു കൂടി ജീവിക്കുക.
ഇതാണ് കോൺഷ്യസ്നെസ് വാക്കിംഗ് ലോകത്തിന് നൽകുന്ന പാഠം. 3 മണിക്കൂർ ധ്യാനത്തിന് തുല്യമാണ് 30 മിനിറ്റ് കോൺഷ്യസ്നെസ് വാക്കിംഗ്. ഇത് നമ്മുടെ അവബോധത്തെ ഉയർത്തി സമാധാനത്തിലും ശാന്തിയിലും ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. വിമോചന മാർഗത്തിലേക്കുള്ള മറ്റൊരു ഉപാധിയാണ് മോഹൻജിയുടെ ഊർജം ഉപയോഗിച്ചിട്ടുള്ള മൈത്രി ഹീലിംഗ് പ്രക്രിയ. ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ശാരീരികവും മാനസികവും വൈകാരികവും ആധ്യാത്മികവുമായ തടസ്സങ്ങൾ നീക്കി അതിസൂക്ഷ്മതലത്തിലുള്ള സൗഖ്യം നൽകുന്നതാണ് ഈ പ്രക്രിയ. അദ്ദേഹത്തിന്റെ ശക്തമായ ഊർജം ഉപയോഗിച്ച് അവബോധത്തെ ഉയർത്തുന്ന മറ്റുള്ള പ്രക്രിയകളാണ് ശക്തി പാത്ത്, മോഹൻജി ട്രാൻസ്ഫർമേഷൻ മെത്തേഡ്, മോഹൻജി എനർജി ട്രാൻസ്ഫർ എന്നിവ. മോഹൻജി വിശ്വസിക്കുന്ന ആത്മീയ സാധന ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള അഹിംസയാണ്. വിശുദ്ധിയുടെയും അഹിംസയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പാത പിന്തുടരുവാൻ അദ്ദേഹം നമ്മെ പ്രേരിപ്പിക്കുന്നു. പാരമ്പര്യ വേലിക്കെട്ടുകൾക്ക് അതീതമായി വളർന്ന് നന്മ ചെയ്യുവാൻ അദ്ദേഹം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നാം ഭൂമിയിൽ നിന്ന് എന്ത് എടുക്കുന്നു എന്നതിലല്ല, ഭൂമിക്ക് എന്ത് കൊടുക്കുന്നു എന്നതിലാണ് കാര്യമെന്ന് മോഹൻജി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 2024 നടപ്പാക്കിയ മറ്റൊരു സാധനയാണ് കുറ്റപ്പെടുത്താതിരിക്കുക, പരാതി പറയാതിരിക്കുക എന്നത്. ഇത് രണ്ടിന്റെയും തമോമയമായ ഊർജം ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തന്മയ്ക്കായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന അദ്ദേഹത്തെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഗുരുപരമ്പരയിലെ ഒട്ടേറെ ഗുരുക്കന്മാരുണ്ട്. അവരിൽ പലരും സമാധിക്ക് മുൻപായി തങ്ങൾ ആർജിച്ചിട്ടുള്ള ആത്മീയ ഊർജത്തെ മോഹൻജിയിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാനവരാശിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന നിസ്വാർത്ഥ സേവനങ്ങൾ ഗുരുമണ്ഡലം അറിയിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. വിഠൽ ബാബാജി, അവധൂത നാഥാനന്ദജി, ദേവി അമ്മ, വനമാലി അമ്മ, ബാബ ഗണേശാനന്ദഗിരി, ലംബേരി ബാബ, വസുദേവ സ്വാമി തുടങ്ങിയ ഗുരുക്കന്മാരെല്ലാം മോഹൻജിക്ക് സ്നേഹവും വാത്സല്യവും ആവോളം ചൊരിഞ്ഞിട്ടുണ്ട്. ഉയർന്ന തലത്തിലുള്ള അവധൂതന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഹിമാലയത്തിലെ ദിവ്യസ്ഥാനമായ ഗാൻഗഞ്ചിൽ പോയിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ഏക അവധൂതനാണ് കർണൂലിലെ നാഥാനന്ദജി. 2016 ഒക്ടോബർ 10 കർണൂലിൽ വെച്ച് നടന്ന മഹനീയമായ ഒരു ചടങ്ങിൽ വെച്ച് നാഥാനന്ദജി ബ്രഹ്മർഷി എന്ന പദവി നൽകി മോഹൻജിയെ ആദരിച്ചു. അദ്ദേഹം മോഹൻജിയെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും തന്റെ ആത്മീയമായ കഴിവുകൾ മോഹൻജിക്ക് കൈമാറുകയും ചെയ്തു. രാജയോഗി അഥവാ രാജർഷി, വിശ്വകല്യാണാനന്ദ ഭാരതി, ജഗത് മിത്ര അഥവാ വിശ്വമിത്ര എന്നീ പദവികളും ഗുരുക്കന്മാർ അദ്ദേഹത്തിന് നൽകി ആദരിച്ചു. മോഹൻജിയെ വിശ്വത്തിന്റെ സുഹൃത്ത് എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. മോഹൻജിയുടെ അറിവുകൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുവാനായി നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഉന്മത്തൻ, വിശുദ്ധിയുടെ ശക്തി, മഹാദേവന്റെ മൗനം, ഷിർദി സായി മഹിമ, അമൂല്യമായതിനെ തേടി എന്നിവയാണ് അവ. കൂടാതെ നിരവധി ബ്ലോഗുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള മോഹൻജിയുടെ സംഭാവനകൾ പരിഗണിച്ച് ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. ശിവാനന്ദ മാനുഷിക പുരസ്കാരം, ദക്ഷിണാഫ്രിക്കയിലെ ഹ്യൂമാനിറ്റേറിയൻ ഓഫ് ദി ഇയർ അവാർഡ്, വിവേകാനന്ദ ഇന്റർനാഷണൽ റിലേഷൻസ് സമാധാന അവാർഡ്, വീഗൻ ഇന്ത്യയുടെ ഗ്ലോബൽ വോയിസ് ഓഫ് കമ്പാഷൻ അവാർഡ്, ഉദയ്പൂരിലെ പസഫിക് അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ്, ഇന്ത്യൻ വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ മഹാവീർ അവാർഡ്, ചിഷ്തി ഫൗണ്ടേഷന്റെ ഗ്ലോബൽ പീസ് അവാർഡ് എന്നിവ ഇവയിൽ ചിലതു മാത്രമാണ്. മോഹൻജിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ഈ അവാർഡുകൾ ഏറെ ഊർജവും സന്തോഷവും നൽകുന്നതാണ്. പ്രിയങ്കരിയായ മകൾ അമ്മുവിന്റെ പേരിൽ 2003 ഒരു ദീപാവലി നാളിൽ അശരണരുടെ ഉന്നമനത്തിനായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന അമ്മു കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് അഥവാ ആക്ട് എന്ന സംഘടനയ്ക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ തുക കൊണ്ട് അദ്ദേഹം തുടക്കമിട്ടു. വിശക്കുന്നവർക്ക് ആഹാരം, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ അതിജീവനം, വൃദ്ധരുടെയും അനാഥരായ കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം തുടങ്ങിയ സേവനങ്ങളാണ് ഈ സംഘടനയിലൂടെ തുടക്കമായത്. ഉദ്ദേശ്യശുദ്ധി കൊണ്ട് ഇന്ന് അമ്മു കെയർ ലോകമെമ്പാടും ഒരു തണൽ വൃക്ഷമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. മോഹൻജിയുടെ പിതാവായ ഡോക്ടർ പി കേശവൻ നമ്പൂതിരിയായിരുന്നു അമ്മു കെയറിന്റെ ആദ്യ പ്രസിഡന്റ്. മോഹൻജി ചെയർമാനായി പ്രവർത്തിക്കുന്നു. ആഹാരം, പാർപ്പിടം, വസ്ത്രം, പഠന സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, ധനസഹായങ്ങൾ തുടങ്ങിയ എല്ലാ രംഗത്തും അമ്മു കെയറിന്റെ സാന്നിധ്യം ചെന്നെത്തുന്നു.
ഒരു ലാഭേച്ഛയും ഇല്ലാതെയാണ് അമുക്കേർ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. പക്ഷിമൃഗാദികളുടെയും പ്രകൃതിയുടെയും സംരക്ഷണം ഈ സംഘടനയുടെ സജീവ പരിഗണനയിലുണ്ട്. ആക്ടിന്റെ കീഴിലുള്ള മറ്റൊരു പ്രധാന പ്രവർത്തന മേഖലയാണ് ആക്ട് ഫോർ ഹങ്കർ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഇവിടം മനോഹരമാക്കിയിട്ട് വേണം പോകുവാൻ എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ആക്ട് ഫോർ ഹങ്കർ ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നതാണ് ആക്ട് ഫോർ ഹങ്കറിന്റെ ദൗത്യം. ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, സംസ്കാരം എന്നീ അതിരുകൾക്ക് എല്ലാം അതീതമാണ് ആക്ട് ഫോർ ഹങ്കറിന്റെ പ്രവർത്തനം. ഭൂമിയിലെ ഈ മനോഹരമായ ഇടം പങ്കിടുന്ന പക്ഷികളും മൃഗങ്ങളും ജലജീവികളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ പ്രധാന മുഖമുദ്ര അഹിംസ ആയതുകൊണ്ട് തന്നെ സസ്യാഹാരം അഥവാ വീഗൻ ഫുഡാണ് എപ്പോഴും വിളമ്പുന്നത്. ആക്ട് ഫോർ ഹങ്കറിന്റെ ഭാഗമായി ഭാരതത്തിലെ പല പുണ്യസ്ഥലങ്ങളിലും ദിവസേന അന്നദാനം നടത്തി വരുന്നുണ്ട്. സായി ബീഡ്, ഷിർദി, പുരി, അരുണാചൽ, അജ്മീർ, ഗണേഷ്പുരി, തിരുച്ചെന്തൂർ, ഗോകർണം തുടങ്ങി പല പുണ്യസ്ഥലങ്ങളിലും അമുക്കേർ വോളണ്ടിയേഴ്സ് സ്ഥിരമായി അന്നദാനം നടത്തിവരുന്നു. മോഹൻജിയുടെ മറ്റൊരു പദ്ധതിയായ ആക്ട് ഫോർ ഷെൽട്ടേഴ്സിന്റെ കീഴിലാണ് മോഹൻജി ഹോം ഫോർ സീനിയേഴ്സ് സ്ഥാപിതമായത്. 2021 സെപ്റ്റംബർ 21 ഹോം ഫോർ സീനിയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചത്. കുടുംബാംഗങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും വാർദ്ധക്യത്താലും രോഗങ്ങളാലും അവശത അനുഭവിക്കുന്നവരെയും സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 20ഓളം അന്തേവാസികൾ ഇവിടെയുണ്ട്. സ്വന്തം മാതാപിതാക്കളെ പോലെ ഇവരെ നോക്കുന്ന അമുക്കേർ വോളണ്ടിയേഴ്സ് ഇവിടെ പല ദിവ്യാനുഭവങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. തിരുവണ്ണാമലയിൽ അരുണാചലേശ്വരന്റെ മടിത്തട്ടിലാണ് മോഹൻജി ഹോം ഫോർ സീനിയേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഉന്നത നിലവാരത്തിലുള്ള ഭക്ഷണം, ചികിത്സ, താമസം എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മോഹൻജി ഹോം ഫോർ സീനിയേഴ്സ് പ്രവർത്തിക്കുന്നത്. ആക്ട് ഫോർ ഷെൽട്ടർ, ആക്ട് ഫോർ എഡ്യൂക്കേഷൻ, ആക്ട് ഫോർ ഹങ്കർ എന്നീ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് മോഹൻജി കാ ആംഗൻ ഭാരതത്തിലെ പല ചേരികളിലും സ്ഥാപിച്ചിരിക്കുന്നത്. ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം, താമസം, വിദ്യാഭ്യാസം, സാങ്കേതികമായ തൊഴിൽ പരിശീലനങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ഈ ആംഗനുകൾ ആരംഭിച്ചത്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുവാനും ആംഗനുകൾ സഹായിക്കുന്നു. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 13 ആംഗനുകൾ പ്രവർത്തിച്ചു വരുന്നു. മറ്റൊരു പ്രധാന പ്രവർത്തന മേഖലയാണ് ആക്ട് ഫോർ എംപവർമെന്റ്, ആക്ട് ഫോർ വിമൺ എന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശാക്തീകരണം എന്നിവയിലൂടെ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ആക്ടിന്റെ കീഴിൽ മോഹൻജി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ആക്ട് ഫോർ വുമൺ. മാറ്റം സാധ്യമാണ് എന്ന സത്യം സ്ത്രീകളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം സാമ്പത്തികമായി സ്വതന്ത്രരാകുവാൻ സ്ത്രീകളെ സജ്ജമാക്കുന്ന രീതിയിൽ അവരുടെ കഴിവുകൾ പഠിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സഹായിക്കുക, അങ്ങനെ അവരുടെ സർഗാത്മകതയെയും ആത്മവിശ്വാസത്തെയും കണ്ടെത്തുവാൻ പ്രോത്സാഹിപ്പിക്കുക. സ്വയം സ്നേഹം, സ്വയം വിശ്വാസം, ദൃഢനിശ്ചയം എന്നിവയിലൂടെ സ്ത്രീകൾക്ക് മാറ്റം സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന ആശയം പ്രാവർത്തികമാക്കുക എന്നതാണ് ആക്ട് ഫോർ വുമൺ, ആക്ട് ഫോർ എംപവർമെന്റ് എന്നീ പദ്ധതികൾ സംയുക്തമായി ലക്ഷ്യമിടുന്നത്. ലോകമെമ്പാടുമുള്ള ആക്ടിന്റെ സന്നദ്ധ പ്രവർത്തകർ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലജീവികൾക്കും ഭക്ഷണം നൽകുന്നുണ്ട്. അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്ന പ്രാഥമിക ഉദ്ദേശത്തോടെയാണ് ആക്ട് ഫോർ അനിമൽസ് ആരംഭിച്ചത്. തെരുവ് ജീവികൾ കൂടുതലായുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകുവാൻ ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. പ്രോജക്ട് ജൽ എന്നൊരു പദ്ധതിക്ക് കീഴിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമായി വാട്ടർ കൂളറുകളും വാട്ടർ ബൗളുകളും പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ദുർബല ജീവികളുടെ മൊത്തത്തിലുള്ള ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന അടിസ്ഥാന വൈദ്യപരിചരണവും പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകുന്നതിനായി അമുക്കേർ വോളണ്ടിയേഴ്സ് പ്രാദേശിക മൃഗഡോക്ടർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. മോഹൻജി ആരംഭിച്ച മറ്റൊരു പ്രധാന പദ്ധതിയാണ് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കൽ. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ ഫലപ്രദമായി ഉപയോഗിക്കുവാനായി തുടങ്ങിവച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതി പ്രകാരം 92,000 ഫലവൃക്ഷ തൈകൾ ഇതിനോടകം തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇത് 1 മില്യൺ ആക്കണമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മോഹൻജിയുടെ വാക്കുകളിൽ ഫലവൃക്ഷ തൈകൾ നടുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയല്ല, നമുക്കുള്ള സാമൂഹിക ഉത്തരവാദിത്വമാണ്. ഇത് ജീവിവർഗങ്ങൾക്കപ്പുറം വരും തലമുറയ്ക്ക് ദയയുടെ ഫലം നൽകുന്നു.
സുസ്ഥിരമായ ആരോഗ്യമാണ് ജീവിതം ആസ്വദിക്കുവാനുള്ള താക്കോൽ എന്ന മൂല്യത്തിലൂന്നിയാണ് ആക്ട് ഫോർ ഹെൽത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി അമ്മു കെയർ സന്നദ്ധ പ്രവർത്തകർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പതിവായി രക്തദാന ക്യാമ്പുകൾ നടത്തിവരുന്നു. ശ്രീലങ്കയിലെ മറ്റൊരു ഉജ്ജ്വലമായ സംരംഭമാണ് ആക്ട് ഫോർ വിഷൻ. ഇതുവഴി നിരാലംബരായ ആളുകൾക്ക് തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള സഹായങ്ങൾ നൽകി. ഇതുവരേക്കും 1095 ശസ്ത്രക്രിയകൾ ആക്ട് ഫോർ വിഷൻ വഴി നടന്നിട്ടുണ്ട്. ജമ്മുവിലെ ക്യാൻസർ രോഗികൾക്കും മഹാരാഷ്ട്രയിലെ ആദിവാസി സമൂഹത്തിനും മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള തലസീമിയ രോഗികൾക്കും ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങൾ നൽകുന്നതിലൂടെയും മെഡിക്കൽ ചികിത്സകൾക്കും ശസ്ത്രക്രിയകൾക്കും വേണ്ട ധനസഹായങ്ങൾ നൽകുന്നതിലൂടെയും അമ്മു കെയർ അടിസ്ഥാന പരിരക്ഷ നൽകി. കൂടാതെ സാനിറ്ററി നാപ്കിനുകൾ, മുതിർന്നവർക്കുള്ള ഡയപ്പറുകൾ, വീൽ ചെയറുകൾ, ഹോട്ട് വാട്ടർ ബാഗുകൾ തുടങ്ങിയവയും ആവശ്യാനുസരണം നൽകി വരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുണ്യഭൂമിയായ വൃന്ദാവനത്തിൽ ഗുരുവായൂർ ക്ഷേത്രം പുനഃസൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിൽ മോഹൻജി ഫൗണ്ടേഷന് കീഴിലുള്ള മോഹൻജി സെന്റർ ഓഫ് ബെനവലൻസ് ആണ് ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷേത്രത്തിന്റെ പവിത്രതയും മൗലികതയും നിലനിർത്തിക്കൊണ്ട് എല്ലാ യഥാർത്ഥ ഭക്തർക്കും പ്രവേശനം സാധ്യമാക്കുക വഴി ഗുരുവായൂരപ്പന്റെ അവബോധം ലോകമെമ്പാടും വ്യാപിപ്പിക്കുക. സമുച്ചയത്തിനുള്ളിൽ നിർമ്മിക്കുന്ന ഒരു ക്ഷേത്രനഗരിയിൽ എല്ലാവർക്കും ഭക്തിയുടെയും ശാന്തിയുടെയും അന്തരീക്ഷത്തിൽ പുനർജീവനം നൽകുക. വിധവകളും രോഗികളും വൃദ്ധരുമായ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് താമസ സൗകര്യം ഒരുക്കുക എന്നിവയാണ് ഈ പദ്ധതി വഴി മോഹൻജി ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. ഭക്തനും ഭഗവാനും ഒന്നെന്ന് ഉദ്ഘോഷിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്ന ഒന്നാണ് ശബരിമല തീർത്ഥാടനം. കാൽനടയായി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി കോട്ടയം ജില്ലയിലെ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് എല്ലാ വർഷവും അയ്യപ്പ പാദസേവ നടത്തിവരികയാണ് മോഹൻജി ഫൗണ്ടേഷൻ. നടന്ന് തളർന്നു വരുന്ന അവരുടെ കാലുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ എണ്ണ ഉപയോഗിച്ചാണ് പാദസേവ ചെയ്യുന്നത്. ഇതുകൂടാതെ അയ്യപ്പ ഭക്തന്മാർക്ക് ഇവിടെ അന്നദാനവും നടത്തിപ്പോരുന്നു. 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന മഹാകുംഭമേള ഇപ്പോൾ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻജിയുടെ നിറസാന്നിധ്യം അവിടെയുമുണ്ട്. മോഹൻജിയോടൊപ്പം കുംഭമേളയിൽ പങ്കെടുക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ പ്രയാഗ്രാജിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ താമസ സൗകര്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി മോഹൻജി വില്ലേജ് എന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെ അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിത്യവും ഹോമങ്ങളും ജപങ്ങളും സത്സംഗങ്ങളും നടന്നു വരുന്നു. ഇതുകൂടാതെ നിത്യേന അവിടെ അമ്മു കെയർ വോളണ്ടിയേഴ്സ് അന്നദാനം നടത്തിവരുന്നു. മോഹൻജിയോടൊപ്പം അദ്ദേഹത്തിന്റെ വോളണ്ടിയേഴ്സ് എന്നും ഒരു വൻശക്തിയായി സേവന പ്രവർത്തനങ്ങളിൽ സദാ പ്രവർത്തന നിരതരായിരിക്കുന്നു. ആക്ടിന്റെ ഗ്ലോബൽ പ്രവർത്തനങ്ങൾ 2012 കൂടിയാണ് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി ആക്ട് ഫൗണ്ടേഷൻ ഗ്ലോബൽ സംരംഭങ്ങൾ ലോകമെമ്പാടും ശക്തി പ്രാപിച്ചത്. 2012 ദേവി മോഹൻ ആക്ട് ഫൗണ്ടേഷൻ ഗ്ലോബൽ പ്രസിഡന്റായി സ്ഥാനമേറ്റു. ഇന്ന് ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലായി 32 രാജ്യങ്ങളിൽ പ്രവർത്തന നിരതമായി 500-ൽ-അധികം സന്നദ്ധ പ്രവർത്തകരുള്ള ഒരു സംഘടനയാണ് ആക്ട്. ആക്ട് ഫോർ ഹങ്കർ, ആക്ട് ഫോർ അനിമൽ തുടങ്ങി ആക്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പുറമെ ആഗോള ദുരന്തങ്ങളിൽ ആക്ട് ഗ്ലോബൽ സഹായഹസ്തം നീട്ടാറുണ്ട്. ആക്ട് റിലീഫ് പ്രവർത്തനങ്ങൾ ടർക്കി, ക്രൊയേഷ്യ, മൊറോക്കോ, ബ്രസീൽ, ശ്രീലങ്ക, USA, ബോസ്നിയ, കെനിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഭൂകമ്പം, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ, വൻ നാശനഷ്ടങ്ങൾ വിതച്ചപ്പോൾ ആക്ട് സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക് നേരിട്ടെത്തി വേണ്ട സഹായ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളിൽ ഉക്രൈൻ ജനതയെ സഹായിക്കുവാൻ വേണ്ടി ആക്ട് ഫോർ ഉക്രൈൻ എന്ന ഒരു പ്രത്യേക പദ്ധതി തന്നെ രൂപീകരിക്കുകയുണ്ടായി. വേൾഡ് ട്രൈബൽ അലയൻസ് അഥവാ WTA പുതുതായി രൂപീകരിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെങ്കിലും കുറേ വർഷങ്ങളായി തന്നെ ലോകമെമ്പാടുമുള്ള പല ഗോത്രവർഗങ്ങളെയും നമ്മുടെ കാഴ്ചപ്പാടുകളുമായി യോജിച്ചു പോകുന്ന പല പദ്ധതികൾ വഴിയും മോഹൻജി സഹായിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ബ്രസീലിലെ ആമസോൺ വനാന്തരങ്ങളിലെ തദ്ദേശീയ ഗോത്രജനതയ്ക്ക് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകി ആക്ട് ഫൗണ്ടേഷൻ അവരെ സഹായിക്കുകയുണ്ടായി. മോഹൻജിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ലോകമെമ്പാടും പ്രകാശം പരത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ ഒരു യഥാർത്ഥ സുഹൃത്തായി ഈ പ്രപഞ്ചം മുഴുവനും അദ്ദേഹം അറിയപ്പെടുന്നു.
ഓം സദ്ഗുരു മോഹനായ നമഃ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുന്നു. ഞാൻ എപ്പോഴും കൂടെയുണ്ട്. ജസ്റ്റ് ഓർത്താൽ മതി, റിമെമ്പറൻസ്, ഓർമ്മ. അപ്പോൾ നമ്മൾ കണക്ഷൻ ഉണ്ടാവും. അതോടുകൂടെ നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുകയും ചെയ്യും. ഞാൻ എപ്പോഴും കൂടെയുണ്ട്. സന്തോഷമായിരിക്കും. എല്ലാവർക്കും എല്ലാ ആശംസകളും.